Hi friends, welcome to another video of SAS Academy. നമുക്കിന്ന് മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ സർക്കിൾസിലെ വരുന്ന ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്. അതായത് ഞാണും കോണും ചാപവും. ഒരു സർക്കിളിലെ എന്താണ് ഞാണ് നമുക്കറിയാം, എന്താണ് കോൺ എന്നറിയാം, എന്താണ് ആർക്ക് അഥവാ എന്താണ് ചാപം എന്നറിയാം. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഒരു സർക്കിളില് അതിലെ ഏത് രണ്ട് പോയിന്റുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ കിട്ടുന്ന ലൈനെ നമ്മൾ കോഡ് അഥവാ ഞാൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ പോയിന്റും ഈ പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യാം, ഈ പോയിന്റും ഈ പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യാം. അങ്ങനെ ഏത് രണ്ട് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ലൈനെ നമ്മൾ കോഡ് അഥവാ ഞാൻ എന്ന് പറയുന്നത്. ആ ഞാൻ എപ്പോഴാണ് വ്യാസമാവുന്നത്? ആ ഞാൻ രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈന് എപ്പോഴാണോ ആ സർക്കിളിന്റെ സെന്ററിലൂടെ, അതായത് വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നത്, അപ്പോൾ ആ ലൈനെ നമ്മൾ ഡയമീറ്റർ എന്ന് പറയും. അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തു, ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാണ്. ഈ ലൈനെ നമ്മൾ ഞാൻ അഥവാ കോഡ് എന്നാണ് പറയാം, കോഡ് എ ബി. ഇനി അതർവൈസ് നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ സെന്ററിലൂടെ കടന്നു പോകണം. അതായത് ഇവിടുത്തെ ഒരു പോയിന്റും ഇവിടുത്തെ ഒരു പോയിന്റും കൂടി കണക്ട് ചെയ്യാതെ കരുതാം. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ ലൈന് നമ്മുടെ സർക്കിളിന്റെ സെന്ററിലൂടെ, വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ അതിനെ ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ വരച്ചത് എ ബി ഒരു കോഡാണ് അഥവാ ഞാനാണ്. ഇനി ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ഒരു കഷ്ണം. അതായത് ഈ ഒരു ചെറിയ കഷ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു ആർക്കാണ്, ഈ ഒരു ഷേപ്പില്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും വരാം, എത്ര ചെറുതോ ആവാം, എത്ര വലുതോ ആവാം. സർക്കിൾ കംപ്ലീറ്റ് ഇല്ലാതെ, ഒരു വൃത്തം മുഴുവനായിട്ടില്ലാതെ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കോഡ് അഥവാ അതിനെ നമ്മൾ ആർക്ക് അഥവാ ചാപം എന്നാണ് പറയാം. ഇനി കോണ്, ആംഗിൾ, അത് നമുക്കറിയാം. അത് നമുക്ക് ട്രയാംഗിളിലും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കോഡ് ആംഗിൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ കോഡ്, ആംഗിൾ, ആർക്ക്, ഈ മൂന്ന് കാര്യം നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇത് നമ്മളോട് പറയുന്നത്, നമ്മൾ നോക്കുന്നത്, ഇപ്പൊ നമ്മള് ഡയമീറ്റർ സർക്കിളുമായി ഉണ്ടാവുന്ന ആംഗിളിന്റെ സെമി സർക്കിൾ എപ്പോഴും 90 ആയിരിക്കും കണ്ടു. ഇനി ആ ഡയമീറ്റർ എന്നുള്ള കോഡ് ഡയമീറ്റർ അല്ലാതെ മറ്റേതെങ്കിലും ഒരു കോഡാണെങ്കിൽ ആ കോഡ് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിളിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കോഡിന്റെ രണ്ട് എൻഡ്സുമായിട്ട് കണക്ട് ചെയ്യാണ്. ഞാനിന്റെ രണ്ട് അറ്റങ്ങളുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ എത്രയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയില്ല. നമ്മള് സെമി സർക്കിളിന്റെ കാര്യത്തിൽ സർക്കിളിലെ ഏതൊരു പോയിന്റുമായി ഡയമീറ്ററിന്റെ രണ്ട് അറ്റങ്ങൾ യോജിപ്പിച്ചാലും കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രി തന്നെ ആയിരിക്കും. പക്ഷെ ഈ കേസിൽ നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് കൂടി, സർക്കിളില് ഒരു പോയിന്റ് കൂടി മാർക്ക് ചെയ്തു, അതേ കോഡിന്റെ എൻഡ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ്. എ ബി എന്നുള്ള കോഡ് സർക്കിളിലെ സി എന്നുള്ള പോയിന്റുമായി കണക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ആംഗിൾ എ ബി സി കിട്ടിയത്. ഇനി ഇവിടെ നമ്മുടെ ഒരു പോയിന്റ് ഡി. അപ്പൊ ആംഗിൾ എ സി ബിയും ആംഗിൾ എ ഡി ബിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവ തമ്മിലുള്ള ബന്ധം അഥവാ അല്ലെങ്കിൽ ഈ ആംഗിൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഈ ഫിഗർ നോക്കൂ. ഈ ഫിഗറില് ഒരു കോഡ് ഉണ്ട്. ആ കോഡ് വൃത്തത്തിന്റെ വൃത്തത്തിലെ ഒരു ആർക്കില് ആ കോഡ് ഉണ്ടാക്കുന്ന രണ്ട് ആർക്ക് ഉണ്ട്. ആ കോഡ് സർക്കിളിൽ രണ്ട് ആർക്കായിട്ട് മുറിക്കുന്നത്. അപ്പൊ ഈ കോഡ് ഏതിനാണെങ്കിൽ ഇങ്ങനെ ഒരു ആർക്കും ഉണ്ട്, ഇങ്ങനെ ഒരു ആർക്കും ഉണ്ട്. അതിൽ ഈ ആർക്കിൽ ഒരുപാട് കോണുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അതേപോലെ ഈ ചെറിയ ആർക്കിലും ഒരുപാട് കോണുകൾ ഉണ്ടാക്കുന്നത്. ഈ കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കോണുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കൂ. ഈ ഫിഗറില് വൃത്തത്തിന്റെ സെന്ററിനെ നമ്മൾ എ ബി ഡി എന്നീ 3 പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആംഗിൾ എ ഡി ബി ആണ് കാണാനുള്ളത്. ആംഗിൾ എ ഡി ബി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിത് വൃത്തത്തിന്റെ കേന്ദ്രമാണ്, സി ആണ്. എ ഡി ബി കണ്ടുപിടിക്കാൻ രണ്ടൊരു ആംഗിൾ എ ഡി ബി എന്ന് പറഞ്ഞ ആംഗിൾ എ ഡി സിയും ബി ഡി സിയും കൂടി ചേർന്നതാണ്. അത് എത്രയാണ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ അതിന് എക്സ് വൈ എന്ന് കൊടുക്കാൻ നേരത്തെ ചെയ്ത പോലെ ഈ ആംഗിൾ നമ്മൾ എക്സ് ഡിഗ്രി എന്നും ഈ ആംഗിളിന് നമ്മൾ വൈ ഡിഗ്രി എന്നും കൊടുത്തു. ഈ ചെറിയ ആംഗിളിന് എക്സ് ഡിഗ്രി എന്നും വലിയ ആംഗിളിന് വൈ ഡിഗ്രി എന്നും കൊടുത്തു. ഇനി ഈ ഫിഗർ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക്
ഒരു കാര്യം കൂടി പറയാം. കാരണം ആംഗിൾ ADC അല്ലെ, ട്രയാങ്കിൾ ADC ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് റേഡിയസ് ഉണ്ടാവുന്ന ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ആംഗിൾ x ഡിഗ്രി ആണെന്ന് പറയാൻ കഴിയും. ഈ ആംഗിൾ കാരണം ആരമാണ്, രണ്ടും റേഡിയസ് ആണ്. അപ്പോ ആ ഈക്വൽ ആയ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ x ഡിഗ്രി. അതുപോലെ നമുക്ക് ഈ ആംഗിൾ y ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മള് ഈ ട്രയാങ്കിൾ നോക്കാം. ADC എന്നുള്ള ട്രയാങ്കിളും ട്രയാങ്കിൾ BCD എന്നുള്ള ട്രയാങ്കിളും നോക്കാം. ആ ഒരു ട്രയാങ്കിളും രണ്ട് കോണ് കിട്ടി. അപ്പൊ നമുക്ക് മൂന്നാമത്തെ കോണും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. രണ്ട് ആംഗിൾ കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കാരണം ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ 180 ആയിരിക്കും. അപ്പൊ രണ്ട് കോണുകളുടെയും സമ്മ് 180 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പൊ ആംഗിൾ ACD is equal to 180 minus x degree plus x degree അഥവാ 2x. ഇനി ആംഗിൾ BCD is equal to 180 ഡിഗ്രി മൈനസ് y ഡിഗ്രി പ്ലസ് y ഡിഗ്രി, അതായത് 2y. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കിട്ടി, അതുപോലെ ഈ ആംഗിളും കിട്ടി. അത് നമുക്കൊരു വേറെ കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. ഇത് 180 minus 2x, ഈ ആംഗിൾ 180 minus 2y. ഇനി നമുക്ക് ഈ ആംഗിളാണ് അറിയേണ്ടത്. നമുക്ക് ഒരു കാര്യം കൂടി, ഒരു പോയിന്റിലെ ടോട്ടൽ ആംഗിൾ എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ പോയിന്റിൽ 3 ആംഗിൾ ആണത്. ഇത് 180 minus 2x, ഇത് 180 minus 2y. ഇനി ഈ ആംഗിൾ എത്രയാണ് നമുക്കറിയാതെ നമ്മുടെ ആംഗിൾ C എന്ന് കൊടുത്തു. വൃത്തകേന്ദ്രമായ C ഉള്ള ആംഗിൾ, അപ്പൊ C എന്ന് കൊടുത്തു. ആംഗിൾ C നമുക്കറിയില്ല, പക്ഷെ ഈ 3 ആംഗിളുകൾ കൂട്ടിയാൽ 360 ഡിഗ്രിയാണ്. നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. (180 minus 2x plus 180 minus 2y plus C is equal to 360. ഇത് നമുക്ക് 180 ആഡ് ചെയ്യാം. പിന്നെ XYZ എന്നുള്ള ചരങ്ങൾ, അത് ആൽഫബറ്റ്സ് നമുക്ക് വേറെ എഴുതാം. 180 plus 180 is 360 minus 2x minus 2y plus C is equal to 360. രണ്ട് സൈഡിലും 360 നമുക്ക് രണ്ടും കട്ട് ചെയ്യാം. ഇനി നമ്മൾ 2x 2yനെ ഈക്വാലിറ്റി സൈനിന്റെ അടുത്ത വശത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ -2x minus 2y എന്നുള്ളത് അപ്പുറത്ത് പോകും, പ്ലസ് 2x plus 2y. C is equal to 2x plus 2y. ഇത് 2 രണ്ടിലും കോമൺ ആണ്. അപ്പോൾ 2നെ പുറത്തേക്ക് എടുത്താൽ 2 into x plus y. അതായത് ആംഗിൾ C, ഈ ആംഗിൾ, അതായത് സെൻട്രൽ ആംഗിൾ, ഈ കോഡ് ഈ സെന്ററുമായി, വൃത്തത്തിന്റെ സെന്റർ അഥവാ വൃത്ത കേന്ദ്രമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് C. C is equal to 2 into x plus y. 2 into x plus y എന്ന് പറഞ്ഞാൽ x ഈ ആംഗിൾ ആണ്, y ആംഗിൾ ആണ്. അപ്പൊ x plus y ആണ് ഈ കോഡ് സർക്കിളിലെ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് x plus y. ആ x plus y യുടെ ഡബിൾ ആണ് ഇതേ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് ഒരു ഞാണ് വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഇരട്ടി അഥവാ ഡബിൾ ആണ് ആ പോയിന്റ് സർക്കിളിന്റെ വൃത്തത്തിന്റെ വൃത്ത കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ നമുക്ക് ഈ വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കിട്ടിയാല് ആ ആംഗിൾ ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന, ആ കോഡ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈസി ആയിട്ട് പറയാൻ കഴിയും. അതായത് C is equal to 80 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഹാഫ് ആണ് ഈ ആംഗിൾ ഉണ്ടാവുക. അപ്പോ D is equal to 80/2 is equal to 40 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ ആയ കാര്യമാണ്. ഒരു കോഡ് ഉണ്ട്. കോഡ് എന്ന് പറഞ്ഞാൽ വൃത്തത്തിലെ ഏത് രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്നുണ്ട്, അത് ലൈൻ. ആ കോഡ് സർക്കിളിന്റെ ഒരു പോയിന്റിൽ, ആർക്കിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിള് എപ്പോഴും ആ കോഡ് തന്നെ സർക്കിളിന്റെ സെന്ററിൽ അഥവാ വൃത്തത്തിന്റെ വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 53-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. In all the pictures given below, O is the center of the circle and A, B, C are points on it. Calculate all angles of triangle ABC and triangle OBC in each. അതായത് 3 ഫിഗർ ഉണ്ട്. ആ 3 ഫിഗറിലും O സർക്കിളിന്റെ സെന്റർ ആണ്, ABC എന്നുള്ള സർക്കിളിലെ പോയിന്റ് ആണ്. ഇനി അതിൽ ട്രയാങ്കിൾ ABC ഉണ്ട്, ട്രയാങ്കിൾ OBC ഉണ്ട്. ആ രണ്ട് ട്രയാങ്കിളിന്റെയും 3 ആംഗിൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ട്രയാങ്കിൾ ABC
അതുപോലെ ട്രയാങ്കിൾ ഒ ബി സി. ഈ രണ്ട് ട്രയാങ്കിളിലെയും 3 കോണുകളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഫിഗർ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ നമുക്ക് 2 ആംഗിളാണ് തന്നത്. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്നും ഈ ആംഗിൾ 20 ഡിഗ്രി ആണ്. ഇനി നമുക്ക് എ ബി സിയിലെ 3 ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഉണ്ട്, ഈ ആംഗിൾ ഉണ്ട്, ഈ ആംഗിൾ ഉണ്ട്. അതുപോലെ ഒ ബി സിയിൽ ഈ ആംഗിൾ ഉണ്ട്, ഈ ആംഗിൾ ഉണ്ട്, ഈ ആംഗിൾ ഉണ്ട്. നമ്മള് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത ഒരു കാര്യം ഉണ്ടല്ലോ, ആ കാര്യവുമായിട്ട് ഇതിനെ നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം. അതായത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് നമുക്കൊരു ലൈന് വരച്ചു, അങ്ങനെ 2 ട്രയാങ്കിൾസ് ആക്കി, അങ്ങനെയല്ലേ. അപ്പൊ നമ്മളിവിടെ ആ ലൈൻ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 2 ട്രയാങ്കിൾ കിട്ടും, 2 ഐസോസെൽസ് ട്രയാങ്കിൾ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ, ഇതേ ആംഗിൾ തന്നെയാണ് ഇവിടെ വരിക. ഇവിടെ നമുക്ക് 30 ഡിഗ്രി കിട്ടും, ഇവിടെ നമുക്ക് 20 ഡിഗ്രി കിട്ടും. അപ്പൊ അവിടുത്തെ ടോട്ടൽ ആംഗിൾ നമുക്ക് 50 ഡിഗ്രി ആണെന്ന് കിട്ടാൻ പറ്റും. ടോട്ടൽ ആംഗിൾ ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പൊ ആംഗിൾ എ കിട്ടിയാൽ, അതായത് ബി സി എന്നുള്ള കോഡ് ഈ സർക്കിളിലെ എ എന്നുള്ള പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ കിട്ടിയാൽ അതിന്റെ ഡബിൾ ആകും അതേ കോഡ് ഇവിടെ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന കോണം. അതായത് ഒ ഉണ്ടാക്കുന്ന കോണ് ആ ആർക്കിലുള്ള കോണിന്റെ ഡബിൾ ആകും. അപ്പൊ നമുക്ക് ഇവിടെ 50 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിട്ടുള്ള 100 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ, 100 ഡിഗ്രി. ഇനി നമുക്ക് ഒ ബി എന്നുള്ള ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഒ ബി എന്നുള്ള ട്രയാങ്കിളും ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. കാരണം ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി, അത് രണ്ടും സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കോണുകളും ഈക്വൽ ആയിരിക്കും. ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി 100 ഡിഗ്രി പോയി, ബാക്കി 180 മൈനസ് 100 ഈക്വൽ 80 ഡിഗ്രിയാണ് ഉണ്ടാവുക. ആ 80 ഡിഗ്രി ഇവിടെ രണ്ടിനെയും കൂടി നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഇവിടെ നമുക്ക് 40 ഡിഗ്രി, ഇവിടെ നമുക്ക് 40 ഡിഗ്രി കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഈ ട്രയാങ്കിളില് ടോട്ടൽ ആംഗിൾ കിട്ടി. എ ബി സിയിലെ കോണുകൾ എഴുതാൻ പറഞ്ഞാൽ കോൺ എ ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി, കോൺ ബി ഇസ് ഈക്വൽ ടു 20 plus 40 60 ഡിഗ്രി, കോൺ സി ഇസ് ഈക്വൽ ടു 30 plus 40 70 ഡിഗ്രി. ഇനി നമുക്ക് ഒ ബി സിയുടെ കാര്യം നോക്കാം. ട്രയാങ്കിൾ ഒ ബി സിയില് O is equal BOC. BOC is equal to 100 degree. OBC. OBC is equal to 40 degree. OCB. Angle OCB is equal to again 40 degree. അപ്പോൾ നമുക്ക് ഈ 2 ട്രയാങ്കിളിലെയും 3 കോണുകളും കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നേരത്തെ ക്വസ്റ്റ്യന്റെ റിവേഴ്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ആംഗിൾ 40 ആണെന്ന് അറിയാം. നേരത്തെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇത് 40 ഡിഗ്രി ആവും. ഈ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് സെന്ററിലുള്ള O എന്നുള്ള ആംഗിൾ ഈ സൈഡ് കണ്ടിട്ട് 40 പ്ലസ് 40 80. അപ്പൊ 180 മൈനസ് 80 ഈക്വൽ ടു 100. ഇവിടെ നമുക്ക് 100 തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് സർക്കിളിന്റെ സെന്ററിലുള്ള ആംഗിൾ കിട്ടിയാൽ ഈസി ആയിട്ട് ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. ഈ ആംഗിളിന്റെ ഹാഫ് ആണ് ഇവിടുത്തെ ആംഗിൾ ഉണ്ടാവുക. അപ്പൊ 100ന്റെ ഹാഫ് 100/2 ഈക്വൽ ടു 50 ഡിഗ്രി. ഇവിടെ 30 ഡിഗ്രി ആണ്, ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ അതിന്റെ ബാക്കി 20 ഡിഗ്രി ആണ് ഉണ്ടാവുക. നേരത്തെ അതേ മെഷർമെന്റ് ആണ് ഇവിടെ വരുന്നത്, പക്ഷെ അതൊരു റിവേഴ്സ് ഓർഡറിലാണെന്ന് മാത്രം. അപ്പൊ നമുക്ക് എഴുതാം ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഇസ് ഈക്വൽ ടു 50 degree, angle B is equal to 40 plus 20 60 degree, angle C is equal to 30 plus 40 70 degree. Name triangle OBC. BOC is equal to 100 degree, angle OBC is equal to 40 degree, angle OCB is equal to 40 degree. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിളുകളും കിട്ടി. ഈ ചോദ്യത്തിലെ അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ പാഠത്തിന്റെ ഫോളോയിങ് പാർട്സ് കൂടി ഡിസ്കസ് ചെയ്തതിനു ശേഷം ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഡിസ്കസ് ചെയ്ത ഭാഗം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഫോളോയിങ് പാർട്സും കൂടി ഡിസ്കസ് ചെയ്തിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.